ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജനുവരി 6 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ സൂറത്ത് ഡയമണ്ട് ബോവസ് സൂറത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗിഫ്റ്റ് സിറ്റിയിൽ 67.28 ലക്ഷം ചതുരശ്ര അടിയിൽ 3200 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. 65 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പെന്റഗൺ സമുച്ചയമായിരുന്നു ഇതുവരെ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായി കണക്കാക്കിയിരുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കു വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമായി സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായ ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിലാണ് നേട്ടം. 114 ബോളിൽ 108 റൺസാണ് താരം നേടിയത്. പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി 146 പ്രതിപക്ഷ എംപിമാരെ ശീതകാല സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കി. ഇതിൽ 100 പേരും ലോക്സഭയിൽ നിന്നുള്ളവരാണ്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക, അപമര്യാദയായി പെരുമാറുക, നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുക എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സഭാ ചരിത്രത്തിലിതാദ്യമായാണ് ഇത്രയധികം അംഗങ്ങളെ ഒരുമിച്ച് പുറത്താക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വേഗമേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ബരക്കുട നീറ്റിലിറക്കി. കൊച്ചി ആസ്ഥാനമായുള്ള നവാൾട്ടും മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും സംയുക്തമായാണ് ബോട്ട് വികസിപ്പിച്ചത്. അതിവേഗം നീങ്ങുന്ന കടൽ മത്സ്യമായ ബരക്കുടയുടെ പേരാണ് ബോട്ടിന് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധന. ഉത്തരം ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദി. ഉത്തരം ദുബായ്. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരം. ഉത്തരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി. ഉത്തരം ബ്രസൽസ്. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ എവിടെയാണ് നിലവിൽ വരുന്നത്? ഉത്തരം അഹമ്മദാബാദ്. ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനിക അഭ്യാസമായ വിൻബാക്സ് 2023 വേദി. ഉത്തരം ഹനോയ്. 2024 IPL സീസണിലേക്കുള്ള താരലേലത്തിൽ ഉയർന്ന തുക സ്വന്തമാക്കിയത്. ഉത്തരം മിച്ചൽ സ്റ്റാർക്ക്. കുവൈത്തിന്റെ 17ാമത് അമീറായി ചുമതലയേറ്റത്. ഉത്തരം ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ ജാബിർ അസ്ലഹ്ബ. യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപം. ഉത്തരം ഗർഭനൃത്തം. കല, ആചാരങ്ങൾ തുടങ്ങിയ മാനവരാശിയുടെ അമൂർത്തമായ സാംസ്കാരിക പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് യുനെസ്കോ പൈതൃക പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ബോട്സ്വാനിയയിലെ കസാനിൽ ചേർന്ന യോഗത്തിലാണ് ഗർഭയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായത്. മധ്യത്തിൽ കത്തിച്ചു വയ്ക്കുന്ന മൺചിരാതുകൾക്കു ചുറ്റും സ്ത്രീകൾ ദുർഗാപ്രീതിക്കായി നടത്തുന്ന നൃത്തമാണിത്. കേരളത്തിലെ കൂടിയാട്ടം, മുടിയേറ്റ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നിന്നും ഇതുവരെ 15 ഇനങ്ങളാണ് പട്ടികയിൽ സ്ഥാനം നേടിയിട്ടുള്ളത്. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ്. ഉത്തരം മിഷോങ്. മ്യാൻമർ ആണ് പേര് നിർദ്ദേശിച്ചത്. കരുത്ത്, പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മടങ്ങി വരാനുള്ള ശേഷി എന്നിങ്ങനെയാണ് വാക്കിന്റെ അർത്ഥം. 2023 പദമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്തത്. ഉത്തരം റിസ്. സ്റ്റൈൽ, വശ്യത, ആകർഷകത്വം തുടങ്ങിയവയെ ദ്യോതിപ്പിക്കുന്ന നാടൻ പ്രയോഗമാണ് റിസ്. വ്യക്തിപ്രഭാവം എന്നർത്ഥമുള്ള കരിസ്മയിൽ നിന്നാണ് റിസിന്റെ ഉത്ഭവം. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ പ്രാസാദകരാണ് OUP. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം അനുവദിച്ച രാജ്യം. ഉത്തരം മലേഷ്യ. ഇന്ത്യക്കാർക്ക് 30 ദിവസം വരെ വിസയില്ലാതെ മലേഷ്യയിൽ കഴിയാം. 2023 ഡിസംബർ 1 ഇത് പ്രാബല്യത്തിൽ വന്നു.
ഇന്ത്യക്കാർക്ക് പുറമെ ചൈനക്കാർക്കും ഇളവ് ബാധകമായിട്ടുണ്ട്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമ. ഉത്തരം അപ്രന്റിസ്. യുവാവായ ട്രംപിനെ അവതരിപ്പിക്കുന്നത് സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ്. അലി അബ്ബാസിയാണ് സംവിധായകൻ. സായുധ സേനാ പതാക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 7. 2 മാസം പിന്നിട്ടും തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് ഏത് പ്രത്യേക അനുച്ഛേദമാണ് പ്രയോഗിച്ചത്? ഉത്തരം അനുച്ഛേദം 99. അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുന്ന യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിൽ രക്ഷാസമിതിയുടെ ഇടപെടൽ സാധ്യമാക്കാൻ സെക്രട്ടറി ജനറലിന് അധികാരം നൽകുന്ന അനുച്ഛേദമാണിത്. വെടിനിർത്താനുള്ള പ്രമേയം രക്ഷാസമിതി ഇതുവരെ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണിത്. 1971 ഡിസംബർ 3 അവസാനമായി ഈ അനുച്ഛേദം പ്രയോഗിക്കപ്പെട്ടത്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് കിഴക്കൻ പാകിസ്ഥാനിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. UN-ന്റെ 78 വർഷത്തെ ചരിത്രത്തിൽ 10 തവണ മാത്രമേ ഈ അനുച്ഛേദം പ്രയോഗിച്ചിട്ടുള്ളൂ. 2022 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത. ഉത്തരം സുധ വർഗീസ്. ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. സിസ്റ്റർ സുധ, സൈക്കിൾ ദീദി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന സുധ വർഗീസ് ബീഹാറിലെ മുഷാഹാർ വംശജരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്നു. കോട്ടയം കാഞ്ഞിരത്താനം സ്വദേശിനിയാണ്. തമിഴ്നാട്ടിൽ ആതുര സേവനം നടത്തുന്ന മലയാളി ഡോക്ടർ ദമ്പതികളായ റെജി ജോർജും ലളിത റെജിയും അവാർഡ് ജേതാക്കളിൽ പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി ആശ്രം ട്രസ്റ്റ് സെക്രട്ടറി രഹാനാബ കുമാർ ജംനാലാൽ ബജാജ് അന്താരാഷ്ട്ര അവാർഡിനു അർഹനായി. BBC-യുടെ പുതിയ ചെയർമാൻ. ഉത്തരം ഡോക്ടർ സമീർ ഷാ. ഇന്ത്യൻ വംശജനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ഷാ റിച്ചാർഡ് ഷാർപ്പിന്റെ പിൻഗാമിയായാണ് ചുമതലയേറ്റത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ജനിച്ച ഷാ 1960 ബ്രിട്ടനിലെത്തിയത്. ദൃശ്യമാധ്യമ രംഗത്തും സമൂഹത്തിനും നൽകിയ സംഭാവനകൾ മുൻനിർത്തി 2019 എലിസബത്ത് രാജ്ഞി CBE ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ചിത്രം ആരുടേതാണ്? ഉത്തരം പ്രാചീന വൈദ്യപ്രതിഭയായ ധന്വന്തരിയുടേത്. അശോക സ്തംഭത്തിന് ചുവടെ സത്യമേവ ജയത എന്ന ആപ്തവാക്യമായിരുന്നു പഴയ ലോഗോയിൽ ആലേഖനം ചെയ്തിരുന്നത്. പുതിയ ലോഗോയിൽ അശോക സ്തംഭത്തിന് പകരം ധന്വന്തരിയുടെ വർണ്ണചിത്രവും അതിനു മീതെയായി ഭാരത് എന്നുമാണ് ചേർത്തിട്ടുള്ളത്. ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ കിരീടം നേടിയ ടീം. ഉത്തരം ജർമ്മനി. ഫൈനലിൽ ഫ്രാൻസിനെയാണ് തോൽപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയത്. ഉത്തരം കൊൽക്കത്ത. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണ്ടെത്തൽ. നഗരങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി കുറ്റകൃത്യങ്ങളുടെ എണ്ണം പരിശോധിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ 2-ാം സ്ഥാനത്ത് പൂനെയും 3-ാമത് ഹൈദരാബാദുമാണ്. 2016 മുതൽ കൊൽക്കത്തയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ക്രമാനുഗതമായി കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2022 റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളം 4-ാം സ്ഥാനത്താണ്. മഹാരാഷ്ട്രയാണ് ഏറ്റവും മുന്നിൽ. രാജ്യത്തെ നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ കൊല്ലം 2-ാം സ്ഥാനത്താണ്. 1-ാമത് വിജയവാഡ. ടൈം മാഗസിന്റെ 2023 വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ടൈലർ സ്വിഫ്റ്റ്. അമേരിക്കൻ പോപ്പ് ഗായികയാണ് 33-കാരിയായ സ്വിഫ്റ്റ്. ഓപ്പൺ AI സഹസ്ഥാപകൻ സാം ഓൾട്ട്മാനും ചാൾസ് മൂന്നാമൻ രാജാവും ഉൾപ്പെടെയുള്ളവരെയാണ് സ്വിഫ്റ്റ് പിന്നിലാക്കിയത്. ഫോബ്സ് മാഗസിൻ കണ്ടെത്തിയ 2023 ലോകത്തിലെ കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ 4 ഇന്ത്യൻ വനിതകൾ ഇടം നേടി.
കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 32ാമതായി പട്ടികയിൽ സ്ഥാനം നേടി. റോഷ്നി നഡാർ മൽഹോത്ര 60ാം സ്ഥാനത്തും സോമ മോണ്ടേൽ 70ാം സ്ഥാനത്തും കിരൺ മജുംദർ ഷാ 76ാം സ്ഥാനത്തുമായി സ്ഥാനം പിടിച്ചു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നാണ് പട്ടികയിൽ ഒന്നാമത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ക്രിസ്റ്റീന ലഗാർദെയാണ് രണ്ടാമത്. ഇന്ത്യൻ വംശജയും US വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസ് 3ാം സ്ഥാനത്താണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത്. ഉത്തരം ലോങ് ജംപ് താരം ഒളിമ്പ്യൻ M. ശ്രീശങ്കർ. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1987 നവംബർ 30-ന് ഇറ്റലിയിലുണ്ടായ കാർ അപകടത്തിൽ മരിച്ച ഇന്ത്യൻ വോളിബോളിലെ ഇതിഹാസ താരമാണ് ജിമ്മി ജോർജ്. 2023 ഡിസംബർ 8-ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംഗം. ഉത്തരം മഹുവ മൊയ്ത്ര. പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കാൻ വ്യവസായിയിൽ നിന്ന് പണവും സമ്മാനങ്ങളും കൈപ്പറ്റിയെന്ന് പരാതി പരിശോധിച്ച എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ച ലോക്സഭ ശബ്ദ വോട്ടോടെയാണ് നടപടി സ്വീകരിച്ചത്. തൃണമൂൽ കോൺഗ്രസ് അംഗമായ മഹുവ പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നുള്ള അംഗമാണ്. കോഴ ആരോപണത്തിന്റെ പേരിൽ പാർലമെന്റ് പുറത്താക്കുന്ന 14ാമത്തെ MP-യുമാണ് മഹുവ. ലോക്സഭയിൽ നിന്ന് 12ഉം രാജ്യസഭയിൽ നിന്നും 2 പേരാണ് നാളിതുവരെ ഇപ്രകാരം പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഇതോടെ 2024 ജനുവരി 6 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.